ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങളും മന്ത്രാലയത്തിന്റെ പോലെ സമാന രീതിയിലുള്ള വെബ്സൈറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗതാഗത പിഴ സംബന്ധിച്ച് വ്യാപകമായി ആളുകൾക്ക് മൊബൈൽ ഫോണിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. രാജ്യാന്തര ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത്. ഫോണിലേക്ക് വാട്സപ്പ് വഴി അല്ലാതെ നേരിട്ട് മെസ്സേജാണ് അയക്കുന്നതും. സന്ദേശം ഇപ്രകാരമാണ്: ഒരു ഗതാഗത ലംഘനത്തിന് നിങ്ങൾ പിഴ അടയ്ക്കാനുണ്ട്. അത് വൈകും തോറും പിഴ വർദ്ധിക്കുമെന്നും എത്രയും വേഗം പിഴ അടയ്ക്കണമെന്നും ഔദ്യോഗിക വെബ്സൈറ്റിന്റെ പേരിനോട് സാമ്യമുള്ളതാണ് വ്യാജന്മാർ അയക്കുന്നത്. രാജ്യാന്തര നമ്പറുകളിൽ നിന്നും മന്ത്രാലയം ആർക്കും സന്ദേശങ്ങൾ അയക്കാറില്ല. ഗതാഗത പിഴ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഔദ്യോഗിക വെബ്സൈറ്റിലോ സഹൽ ആപ്ലിക്കേഷനോ ആശ്രയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനത്തിന്റെ രണ്ടാം ഘട്ടം ജനുവരി മുതൽ നടപ്പിലാക്കും. 2027 പകുതിയോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി രാജ്യത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ ഈ വർഷം ജൂലൈയിൽ ആശുപത്രി, ഫാർമസി, ക്ലിനിക് എന്നിവിടങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത്. 2025 ജനുവരി 1 മുതൽ ടെക്സ്റ്റൈൽസ്, ടൈലറിംഗ്, കണ്ണട ഷോപ്പ്, മൊബൈൽ ഷോപ്പ്, സർവീസ് സെന്റർ, വാച്ച് സർവീസ്, ഫാബ്രിക് സ്റ്റോർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘകർക്ക് 1000 റിയാൽ വരെ പിഴ ഈടാക്കും. കുറ്റം ആവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മനാമയുടെ ചരിത്രം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക പൈതൃകം എന്നിവ അനാവരണം ചെയ്തുകൊണ്ട് മനാമ ഫെസ്റ്റിവലിന് ആവേശകരമായ തുടക്കം. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നാടിന്റെ ഭവനാത്മകവും സുന്ദരവുമായ ഭൂതകാല സ്മരണകൾ പ്രദർശിപ്പിക്കും. ജനുവരി 7 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധതരം അനുഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇവയിൽ ഫുഡ് ടൂർ, ഗോൾഡ് ഷോപ്പ് ടൂർ, സംഗീത നാടക പ്രകടനങ്ങൾ, മെട്രോ ഗെയിമുകൾ, മ്യൂസിയം പ്രദർശനങ്ങൾ കൂടാതെ വിന്റേജ് ഫാഷൻ ഷോകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടാകും. ശനിയാഴ്ച മുതൽ സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിൽ താപനില 4 മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. തബൂക്ക്, അൽ ജൗഫ് വടക്കൻ അതിർത്തികൾ, ഹായിൽ, മദീന മേഖലയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് തണുത്ത കാലാവസ്ഥ കൂടുതലും അനുഭവപ്പെടുക. ജനുവരി 3 വരെ സമാന കാലാവസ്ഥ തുടരും. അതേസമയം ശീതകാലത്തിന്റെ ആരംഭം മുതൽ വരുന്ന ആഴ്ചയിൽ രാജ്യത്തിന്റെ പ്രദേശങ്ങളിൽ ഏറ്റവും ശക്തമായ ശീതതരംഗത്തിന് വിധേയമാകുമെന്ന റിപ്പോർട്ടുകൾ നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി വക്താവ് ഹുസൈൻ അൽ ഖത്താനി നിഷേധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 2025 പുതുവർഷത്തോടനുബന്ധിച്ച് ദുബൈയിലെ 36 സ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടക്കും. ബുർജ് പാർക്ക്, ഗ്ലോബൽ വില്ലേജ്, ദുബൈ ഫെസ്റ്റിവൽ, സിറ്റി മോൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതുപോലെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ: ബുർജ് പാർക്ക്, ഗ്ലോബൽ വില്ലേജ്, ദുബൈ ഫെസ്റ്റിവൽ, സിറ്റി മോൾ, ബുർജ് ഖലീഫ, ബാബൽ ഷംസ് ഡെസേർട്ട് റിസോർട്ട്, ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്സ്, അറേബ്യൻ റാഞ്ചസ് ഗോൾഫ് ക്ലബ്, എക്സ്പോ സിറ്റി, റോയൽ മിറാഷ് ഹോട്ടൽ, ദുബൈ ഫെസ്റ്റിവൽ സിറ്റി മോൾ, അറ്റ്ലാന്റിസ് ദി റോയൽ ഹോട്ടൽ, എമിറേറ്റ്സ് ഗോൾഫ് ക്ലബ്, ദുബൈ ഫ്രെയിം, പലാസോ വേഴ്സസ് ദുബൈ, ജുമൈറ ബീച്ച് ഹോട്ടൽ, ബീച്ചും ബ്ലൂ വാട്ടേഴ്സും, JBR ഹട്ട, അൽ സേഫ് സ്ട്രീറ്റ്, മോൺഗോമറി ദുബൈ, ലേ റോയൽ, മെറിഡിയൻ ബീച്ച് റിസോർട്ട്, JI ബീച്ച് ഹോട്ടൽ, ജബൽ അലി, ഖവാൻ ബീച്ച്, ടെറാസോളിസ്, ബൾഗാരി ഹോട്ടലുകളും റിസോർട്ടുകളും, പാർക്ക് ഹയാത്ത് ദുബൈ ഹോട്ടൽ, നഷാമ ടൗൺ സ്ക്വയർ, ഹോട്ടൽ ദി പാം ജുമൈറ ഹോട്ടൽ, അൽമർമും ഒയാസിസ് ക്യാമ്പ്, വോക്കോ മൊണോക്കോ ദുബൈ, നിക്കി ബീച്ച് റിസോർട്ട് ദുബൈ, ബ്ലൂ ഒയാസിസ് റിസോർട്ട് തുടങ്ങിയവയാണ്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഖത്തറിലെ ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി വിദ്യാർത്ഥി മരണപ്പെട്ടു. നോബൽ ഇന്റർനാഷണൽ സ്കൂൾ 12ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹനീനാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വുഖൈറിലുണ്ടായ കാർ അപകടത്തിലാണ് ഹനീനിന് ഗുരുതരമായി പരിക്കേറ്റത്. ഹനീനും 2 സുഹൃത്തുക്കളുമാണ് കാറിലുണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല.
പുതുവത്സര അവധിയായ ജാനുവരി 1-ന് ദുബൈയിലെ എല്ലാ പൊതു പാർക്കിംഗ് ഏരിയകളും സൗജന്യമായിരിക്കുമെന്ന് ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു. അതേസമയം ബ്ലൂ സോണിലുള്ള ബഹുനില പാർക്കിങ്ങിന് ഫീസ് നൽകേണ്ടതായി വരും. 2025 ജാനുവരി 2 മുതൽ പെയ്ഡ് പാർക്കിംഗ് പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഡിസംബർ 28 ശനിയാഴ്ച UAEയിൽ ഭാഗികമായി മേഘാവൃതമായ മിതമായ തണുപ്പ് കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ചില പ്രദേശങ്ങളിൽ താപനില 6 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കും. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ ഉയർന്ന ഈർപ്പത്താൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞും മിസ്റ്റ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റെഡ് യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് നാളെ രാവിലെ 10 വരെ പ്രാബല്യത്തിലുണ്ടാകും. 10 മുതൽ 20 കിലോമീറ്റർ വേഗതയിൽ ദക്ഷിണ കിഴക്ക് വടക്ക് കിഴക്കുള്ള ദിശയിൽ മിതമായ കാറ്റും വീശും. ചില സമയങ്ങളിൽ വേഗത 30 കിലോമീറ്റർ വരെ ഉയരാനാണ് സാധ്യത. അറേബ്യൻ ഉൾക്കടലിലും ഒമാൻ കടലിലും സമുദ്രം നേരിയ തലത്തിൽ ശാന്തമായിരിക്കും. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദ് വളപ്പിലേക്ക് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ മന്ത്രി കടന്നു കയറിയതിനെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗുവിറിന്റെ അൽ അക്സ മസ്ജിദ് വളപ്പിലേക്കുള്ള അതിക്രമവും തെക്കൻ സിറിയയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശ സേനയുടെ നുഴഞ്ഞുകയറ്റവും ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഇസ്രായേൽ ലംഘനങ്ങളെ സൗദി അറേബ്യ അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അധിനിവേശം അവസാനിപ്പിക്കണമെന്നും ഫലസ്തീൻ രാജ്യം അംഗീകരിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. അൽ അക്സ പള്ളിക്ക് നേരെയുള്ള ഇടയ്ക്കിടെയുണ്ടാകുന്ന അതിക്രമങ്ങൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ വികാരങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രകോപനവുമാണെന്ന് സൗദി അറേബ്യ കൂട്ടിച്ചേർത്തു. സിറിയയിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നത് സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.